വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾ ഈ പെട്ടിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലേ ഞാൻ എവിടെയോ പോവാണെന്ന്. യെസ്, ഞാൻ ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എവിടേക്കാ എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു തണുപ്പുള്ള രാജ്യത്തേക്കാണ് പോകുന്നത്. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പം അതിൻ്റെ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾ ഇന്നത്തെ വ്ളോഗിൽ കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വിശദമായിട്ട് നമ്മുടെ പാക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ആദ്യം നമുക്ക് ഓരോ ഡ്രസ്സ് ഐറ്റംസ് ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. ഞാൻ ആദ്യം വെക്കാൻ പോകുന്നത് ഒരു സ്കേർട്ടും ഒരു ടോപ്പുമാണ്. ഒരു സ്കേർട്ടും ടോപ്പുമാണ് ഇതിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാനൊരു സ്കേർട്ടും ടോപ്പുമാണ് പെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ഞാൻ പിന്നെ ഇതൊരു 1 പീസ് സെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 1 പീസ് സെറ്റും ഞാൻ ഇതിലേക്ക് വെക്കുകയാണ്. പിന്നെ അതേപോലെ ഇതും ഒരു ഫ്രോക്കാണ്. നിങ്ങൾ എന്തായാലും വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ ഫുൾ എന്താണ് സംഭവം എന്ന് കാണാൻ പറ്റും. ഇത് സാധാരണ ഒരു സ്വെറ്റ് ഷർട്ടാണ്, അത്യാവശ്യം നല്ല ഇതായിട്ട് നിൽക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രസ്സ് ഞാൻ ഇടുന്നത്. 4 ദിവസത്തേക്കാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ 4 ദിവസത്തിൻ്റെ സംഭവങ്ങളാണ്. ഇപ്പോൾ അത് കൂടാണ്ട് ഉള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഒബ്വിയസ്ലി ക്യാപ്പ് വേണം. അപ്പോൾ ഈ ക്യാപ്പ് ഞാൻ എന്തായാലും ഈ ബാഗിലിടുന്നില്ല, കാരണം എനിക്ക് അവിടെ പോയാൽ എൻ്റെ ഹാൻഡ് ബാഗിലായിരിക്കും ഞാൻ മിക്കവാറും ഈ ക്യാപ്പ് വെക്കുക. അപ്പോൾ അത് ഞാൻ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ എക്സ്ട്രാ ഉള്ള 2 ക്യാപ്പുണ്ട്, അതും ഞാൻ ഇതിലേക്ക് വെക്കുകയാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള തെർമൽസ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലാക്ക് കളറാണ്, ഒറ്റ തെർമൽസേ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഞാൻ ഒരു തെർമൽസ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പം അത് പിന്നെ ഇത് ഒരു തെർമൽ പാൻ്റാണ്. നമ്മൾ ഷോർട്ട് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇടാൻ പറ്റിയൊരു തെർമൽ പാൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇതേപോലെ ഉണ്ടാവും. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞാൽ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നാണെന്നേ തോന്നുള്ളൂ, പക്ഷെ ഉള്ളിൽ ഇങ്ങനെയാണ് സംഭവം. അപ്പം ഇതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഐറ്റംസ് ആട്ടോ. ഞാൻ പുതുതായിട്ട് അങ്ങനെ ഡ്രസ്സ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓൾറെഡി എൻ്റെ അടുത്തുള്ള. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഷോള്, ഇത് എക്സ്ട്രാ ഷോളാണ്. ഓൾറെഡി എൻ്റെ അടുത്ത് വേറെ ഷോളുണ്ട്, അത് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ വെക്കും. പിന്നെ ഞാൻ സോക്സ്, എനിക്ക് കൊണ്ടുപോകാനുള്ള സോക്സ്. പിന്നെ ഞാൻ വീട്ടിൽ നിന്നിടാൻ ഇതൊരു ജസ്റ്റ് ഒരു നോർമൽ ചെറിയൊരു ജാക്കറ്റാണ്. അങ്ങനെ അധികം കട്ടിയൊന്നുമില്ലാത്ത റൂമിൽ നിന്നിടാൻ പറ്റിയൊരു ജാക്കറ്റ്. പിന്നെ ഒരു സ്വെറ്റ് ഷർട്ട്, അങ്ങനെ 2 സ്വെറ്റ് ഷർട്ട് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് റൂമിൽ നിന്നിടാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെയാണ് ഡ്രസ്സ് ഒരുവിധം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ജാക്കറ്റും എടുത്തു വെക്കും. അപ്പോൾ അതിന് മുമ്പ് ഇന്നവേഴ്സും പിന്നെ ഇതേപോലെ ഒരു പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ സ്ട്രെയിറ്റ്നർ എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ ഡ്രയറ്, പിന്നെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസാണ് ഫുള്ള്. എന്താ പറയുക, കോംബും മേക്കപ്പ് ഐറ്റംസും ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളത്. മോയ്സ്ചറൈസർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ എടുക്കേണ്ടതാണ്. ലിപ് ബാം അതൊക്കെ ഉണ്ട്, ഡിയോഡ്രൻ്റ് ഒക്കെ ഇതിലുണ്ട്, പെർഫ്യൂംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ 2 കുപ്പിയിലും എന്താണെന്ന് വെച്ചാൽ ഇതിൽ കണ്ടീഷണറാണ്. ഇത് പണ്ടത്തേതോ മരുന്നിൻ്റെ കുപ്പിയാണ്. ഇതിൽ ഞാൻ കൊണ്ടുവന്ന് ഷാമ്പു ആണ്. അപ്പോൾ ഇത് രണ്ടും ഇൻ കേസ് നമ്മൾ അവിടെ നിന്ന് കുളിച്ചാൽ, അതിൽ ഉറപ്പില്ല അവിടെ പോയാൽ എന്താ അവസ്ഥ എന്ന്, പക്ഷെ ഇതിനെ കരുതലായിട്ട് നമ്മൾ അതും കൂടി കൊണ്ടുപോകുന്നുണ്ട്.
പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ, മോയ്സ്ചറൈസിങ് ക്രീം, പിന്നെ ഹെയർ സിറം, ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ, ഇതും കൂടെ ഇതിൽ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുവന്ന 2 സാധനങ്ങളുമാണ്. നമുക്ക് അവിടെ ഇന്ത്യൻ ടീ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഒരു ചായപ്പൊടിയും പഞ്ചസാരയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതും ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മുടെ ഫുള്ള് കഴിഞ്ഞു. നമുക്ക് മെയിനായിട്ട് വെക്കേണ്ടത് ജാക്കറ്റ്സും പിന്നെ ബൂട്ട്സും ഒക്കെയാണ്. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ജാക്കറ്റല്ല, ഞാൻ എൻ്റെ ഒരു കൊലീഗിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചൊരു ജാക്കറ്റാണ്. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ പഫ് ജാക്കറ്റ് ലോങ് ആയിട്ടുള്ള ഇല്ല. അപ്പം ഞാൻ മീൻസ് മഞ്ഞുള്ള സ്ഥലത്ത്, സ്നോ ഉള്ള സ്ഥലത്ത് പോകാൻ ഇതായിരിക്കും മിക്കവാറും യൂസ് ചെയ്യുക. ജാക്കറ്റ് വെക്കുമ്പോഴേക്ക് പകുതി സ്ഥലം അങ്ങ് പോയി. അപ്പോൾ ഇനി ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അർമേനിയിൽ പോകുമ്പോഴൊക്കെ ഇട്ട ഒരു ജാക്കറ്റാണ്. നല്ലൊരു ജാക്കറ്റ്, അത്യാവശ്യം നല്ല കട്ടിയുള്ള ജാക്കറ്റാണ്, നല്ല വെയിറ്റ് ഉണ്ട്. നമുക്കൊരു റിച്ച് ലുക്ക് തരുന്നൊരു ജാക്കറ്റും കൂടി കേട്ടോ ഇത്. അപ്പം ആ ഒരു ജാക്കറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതെനിക്ക് മെയിനായിട്ട് എൻ്റെ സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ജാക്കറ്റ് എന്ന് പറയുന്നത്, ഈ ജാക്കറ്റ് ആക്ച്വലി ഞാൻ ബ്രാൻഡ് ഫോലസ് നിന്ന് വാങ്ങിച്ചത്. നല്ലൊരു അടിപൊളി, ഈ പറഞ്ഞ നേരത്തെ കാണിച്ചതുപോലത്തെ നല്ലൊരു റിച്ച് ലുക്ക് നൽകുന്നൊരു ജാക്കറ്റും കൂടിയാണ്. പിന്നെ അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് ജാക്കറ്റാണ്. ഇതൊരു ഡെനിമിൻ്റെ ജാക്കറ്റാണ്. പക്ഷേ ഉള്ളിൽ ഭയങ്കര ഇതേപോലെ നല്ല പഫി ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്കധികം തണുപ്പ് ഉള്ളിലേക്ക് കിടക്കില്ല. നല്ല എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ജാക്കറ്റാണിത്. നമുക്ക് ഇടുമ്പോഴും നല്ല കംഫർട്ടബിളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മളെവിടെ പോകുമ്പോഴും ഗേൾസ് നമ്മൾ പാഡ് എടുക്കും. അപ്പം ഞാനൊരു 2-3 പാഡ് കയ്യിൽ കരുതുന്നുണ്ട്. ഇത് ആക്ച്വലി ഹാൻഡ് ബാഗിൽ വെക്കണോ? ഹാൻഡ് ബാഗിൽ ഞാൻ എന്തായാലും ഒരു 2 എണ്ണം വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഹാൻഡ് ബാഗായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബാഗാണ്. ഇതിൽ ഞാൻ മെയിനായിട്ട് എൻ്റെ ക്യാമറ ഓൾറെഡി ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാനൊരു മഫ്ലർ, കാരണം ഇത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ഇത് കണ്ടോ, നമ്മളെ ചെവിയിൽ ഇപ്പം പ്രത്യേകിച്ച് ഈ ഉയരത്തിലുള്ള സ്ഥലത്ത് ഒക്കെ ഹില്ലി ഏരിയയിലൊക്കെ പോകുമ്പോഴേക്കും നമ്മുടെ നല്ലോണം കാറ്റ് വരും. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് ഇതുണ്ടെങ്കിൽ നമ്മുടെ ചെവിയിൽ കാറ്റൊന്നും കിടക്കില്ല. അപ്പോൾ ഇതുണ്ട്. പിന്നെ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ട്, നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള. പിന്നെ 2 ഗ്ലാസ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു CKൻ്റെ സൺഗ്ലാസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഷോളുണ്ട്. ഇത് നമ്മളെ കയ്യിൽ വെക്കണം. പിന്നെ അതേപോലെ ഗ്ലൗസും ഞാൻ കയ്യിൽ തന്നെയാണ് ക്യാരി ചെയ്യുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് കയ്യിൽ വെക്കും. പിന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ച എൻ്റെ ഒരു ക്യാപ്പ്, ഇതും ഞാൻ ഇതിൽ വെക്കും. പിന്നെ ഇതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറയാണ് വെക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ചൊരു അടിപൊളി ഐറ്റമാണിത്. ഷീനിന്ന് ഞാൻ ഓർഡർ ചെയ്തൊരു ഐറ്റമാണ്. നമുക്ക് പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോഴല്ലോ ഇങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബാഗും നമ്മുടെ പാസ്പോർട്ട്, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്കിതിൽ വെക്കാം. ഞാൻ എൻ്റെ ഒരു പേഴ്സും പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ അതേപോലെ എൻ്റെ ഇയർബഡ്സൊക്കെ വെച്ചിട്ടുണ്ട്.
നമുക്ക് എളുപ്പമാണ് സംഭവമൊക്കെ ഇതിൽ നിന്ന് പെട്ടെന്ന് എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ യൂട്യൂബിൽ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പം എൻ്റെ യാത്രയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയും. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ ഞാൻ എവിടെയാണ് പോകുന്നതെന്ന്. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ യാത്രാവിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബായ്.